നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഴിക്കൂ സർ. അയ്യോ ആദ്യമേ നീ കഴിക്ക. സർ, ഇത് ഞാൻ വിശാൽ സാറിന് കഴിക്കാൻ കൊണ്ടുവന്നല്ലേ. സാർ ഇരിക്കെ. നീ ഇരിക്ക. ഇരിക്ക. കഴിക്ക. കഴിക്ക്. എന്താ ഞാൻ എടുത്തു തന്നാ നീ കഴിക്കില്ലേ? അയ്യോ സർ, എനിക്ക് സാർ എടുത്ത് തരുമ്പോ എനിക്ക് പറയാൻ പറ്റുന്നില്ല സർ. എന്റെ മേലാകെ എന്തോ പോലെ. എന്ത്? ഈ ചിത്രശലഭം തേൻ കുടിക്കുമ്പോ കണ്ണു ചിമ്മുന്ന പോലെ എന്തോ എനിക്ക് നാണാവുന്നു. ഈ കാലത്ത് നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് നാണെന്ന് പറഞ്ഞാ എന്താന്ന് പോലും അറിയില്ലെന്നാ പറയാറ്. പിന്നെ എന്തിനാ എന്റെ കൈകൊണ്ട് തെരഞ്ഞെടുത്ത് കഴിക്കാൻ നീ ഇത്ര നാണിക്കുന്നത്? കഴിച്ചേ. അതെ പാർവതി, ജിതിനെ എന്തിനാ നിന്റെ അടുത്ത് ഇത്ര ദേഷ്യം? എന്തിനാ അവൻ നിന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി എല്ലാ പഴിയും നിന്റെ മേൽ ചാരുന്നത്? എന്ത് വിരോധ അവന് നിന്നോടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. അവന്റെ അനുജത്തിയുടെ ജീവിതത്തിന് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്നത് തെറ്റല്ലേ? എങ്ങനെയാ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? ആരെ വിശ്വസിക്കണം, ആരെ അവിശ്വസിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. എന്നാലും പാർവതി, ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് പോലീസും പട്ടാളവും ഒക്കെ ചിന്തിക്കാത്ത തരത്തിൽ ഒരു ഡിറ്റക്റ്റീവിന്റെ ബുദ്ധി സാമർഥ്യത്തോടെയും തന്റെ ഇടത്തോടെയും എന്നെ കൊല്ലാൻ ശ്രമിച്ച ആളെ കണ്ടെത്തി അവനെ, ആ ജതിനെ നിയമത്തിന് മുന്നിൽ കീഴടക്കുകയും ചെയ്തു. സത്യം എന്താണെന്ന് എല്ലാരെയും ബോധ്യപ്പെടുത്തിയതിന് തീർച്ചയായും ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. അരവിന്ദൻ സാറിന്റെ അനുജത്തി ജയയെ കൊന്നതും ഇവരാണ് സർ. ഇത്രയും കാലം നീ ഓരോന്ന് പറയുമ്പോ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല പാർവതി. എല്ലാം പൊട്ടത്തരമായിട്ടും മണ്ടത്തരമായിട്ടും മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പൊ ഞാൻ പാർവതി നിന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിന്റെ ഉള്ളിൽ അമാനുഷികമായി എന്തോ ഉണ്ട്. ഇപ്പൊ നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പാർവതി, പാർവതി, നീ എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. നീ എന്റെ കൂടെ ഉള്ളപ്പോ ആരും എന്നെ കുഴപ്പത്തിലാക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി. ജാസ്മിൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം വിശാൽ സാറിന് കുഴപ്പങ്ങൾ തീരില്ല. അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നതുവരെ വിശാൽ സാറിന് ആപത്തുണ്ട്. എന്താന്ന് വെച്ചാൽ ജാസ്മിൻ എപ്പോഴും വിശാൽ സാറിന് എന്തെങ്കിലും ആപത്ത് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമുക്കൊരു ടെൻഷൻ ബാക്കിയുണ്ട്, വലിയൊരു ടെൻഷൻ. എന്താ ചെയ്ത്? ആ മാജിക് ബോക്സ് അതിപ്പോ രാധികയുടെ കയ്യിലാ ഉള്ളത്. അതിലെന്താ ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഇതാണോ വലിയ കാര്യമായിട്ട് ടെൻഷൻ അടിച്ച് ചേച്ചി പറയുന്നത്?
അത് നിസാരമല്ലേ? ദേ, ഞാനത് സംഘടിപ്പിച്ചു തരാന്ന് ചേച്ചിയോട് പറഞ്ഞതല്ലേ. ഒരു മാജിക് ബോക്സ്, ഒന്നിനും കൊള്ളാതെ ഒതുക്കിയിട്ടിരുന്ന ഒരു സാധനം. അതിനെ ആ പാർവതി പൊടിതട്ടി എടുത്തു വെച്ചിരിക്കുന്നു. അത് വിശാൽ കൊച്ചായിരുന്നപ്പോ അവന്റെ അമ്മ അവന് വാങ്ങിക്കൊടുത്തൊരു കളിപ്പാട്ടം, ഒരു വെറും കളിപ്പാട്ടം. അത് ഓർത്തിട്ട് ചേച്ചി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വെറും ഒരു കളിപ്പാട്ടമാണെന്ന് എന്ത് വിശ്വാസത്തിലാ പ്രതാപ നീ പറയുന്നേ? അതിൽ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ചേച്ചി മാത്രം എന്ത് വിശ്വാസത്തിലാ പറയുന്നേ? അതോ ചേച്ചിക്കും പാർവതിയെ പോലെ മൂക്കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? പിന്നെ മറ്റേ സിനിമയുണ്ടല്ലോ, അയ്യർ ദി ഗ്രേറ്റിലെ മമ്മൂട്ടിയെ പോലെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ടോ? വിട് ചേച്ചി, ചേച്ചിക്ക് ആവശ്യമില്ലാത്ത പേടിയാ. പേടിയല്ല പ്രതാപ, നമ്മളെ പോലെ തെറ്റ് ചെയ്യുന്നവര് ഭയപ്പെടുകയല്ല, മുൻവിധിയോടെ കാര്യങ്ങളെ തിരിച്ചറിയുകയാണ് വേണ്ടത്. അതാ ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ അറിയാതെ, നമ്മൾ പറയാതെ ഈ വീട്ടിലൊരു തുരുമ്പ് പോലും ഉണ്ടാവരുത്. ആ പാർവതി ഈ വീട്ടിൽ വരുന്നത് വരെ ഞാൻ ഇവിടെ അങ്ങനെയാ കൊണ്ട് നടന്നിരുന്നത്. എന്നാലിപ്പോ നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ടതാണ് ആ മാജിക് ബോക്സ്. അതിലെന്തോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നടാ. അതൊരിക്കലും വെറുതെ ആവില്ല പ്രതാപ. ചേച്ചി വലിയ സാമർത്ഥ്യക്കാരി തന്നെയാ, സമ്മതിച്ചു. ചേച്ചിയുടെ ബുദ്ധിമുട്ട് തന്നെയാ ഇത്രയും കാലം ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും അതിലൊന്നും പിടിക്കപ്പെടാതെ നമ്മൾ ആഡംബരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ ചേച്ചി ഓവർ തിങ്കിങ്. അമിത ചിന്ത ആപത്തായ ചേച്ചി, അത് വേണ്ട. ഞാൻ അങ്ങനെ അമിതമായിട്ടൊന്നും ചിന്തിക്കുന്നില്ലടാ. ചേച്ചി, വിശാലിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത ഗായത്രി ചേച്ചി ഇപ്പൊ എവിടെ? കൊടുത്ത കൈയോടെ മേലേക്ക് പോയല്ലോ. അമ്മ മേലിലേക്ക് പോയപ്പോ വിശാൽ ആ ഗിഫ്റ്റ് തൂക്കിയെറിഞ്ഞു. ആ മാജിക് ബോക്സിന്റെ ചരിത്രം അത്രേ ഉള്ളൂ. അതിലൊന്നുമില്ല, വെറും പേടാ. നീ ഈ പറയുന്നതാണ് സത്യമെങ്കിൽ ആ മാജിക് ബോക്സില് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എങ്കിൽ നമ്മളെ ഈ ലോകത്തിന് മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത പാപമെല്ലാം, ദ്രോഹം, കൊള്ള, കൊല, ഒന്നും ഇനി ആർക്കും അറിയാൻ കഴിയില്ലെന്നല്ലേ ചേച്ചി പറഞ്ഞു വരുന്നേ? ഞാൻ അങ്ങനെ അല്ല പറഞ്ഞു വരുന്നത് പ്രതാപ. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാൽ പോലും നമ്മളെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നാ ഈ പ്രഭാവതി പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.